ഹായ് ഫ്രണ്ട്സ്, സൂഷ്യസ് പാരഡൈസ് ഫോർ ആനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ടോണി അച്ചായനെക്കുറിച്ച് അല്പം സംസാരിക്കാം. ടോണി അച്ചായനെക്കുറിച്ചും എനിക്ക് അത്രയ്ക്കൊന്നും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അച്ചായൻ്റെ ഓരോ ചാരിറ്റി വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സ് കൊടുത്തതിന് ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. കുറേ പേരൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് എല്ലാ പേരും ഒരുവിധമൊക്കെ സുഭിക്ഷമായി ജീവിച്ചു പോകുന്നത്. അവർ ദൈവം ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ടോണി അച്ചായനെക്കുറിച്ച് ഇപ്പോൾ കുറേ നെഗറ്റീവ് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ മീഡിയ ഉണ്ടെന്ന് കരുതി നമുക്ക് ആരെയും നെഗറ്റീവ് അടിക്കാം, ആരെയും പോസിറ്റീവ് അടിക്കാം എന്ന് കാശ് കൊടുത്ത് അവാർഡ് വാങ്ങാം എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയായിട്ടുണ്ട് ഇപ്പം ഓൺലൈൻ മീഡിയകളെ കൊണ്ട്. അപ്പോൾ ടോണി അച്ചായനെക്കുറിച്ച് ഇപ്പം നടന്ന സെയിം സംഭവം നിങ്ങൾക്കറിയാം. അല്ല, ഒരു ലൈഫ് ഭവന പദ്ധതിയിൽ നമുക്ക് കാല് മുറിച്ച ഒരു അങ്കിള് തറയിലൂടെ ഇഴഞ്ഞു പോകുന്ന പുള്ളിക്ക് വീട് പൂർത്തിയാക്കി കൊടുത്തു എന്നുള്ള വീഡിയോ വന്നു. പിന്നീട് രജനീഷ് അതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ലൈഫ് പദ്ധതിയിലാണ് ആ വീട് കിട്ടിയതെന്ന് അമ്മ പറയുന്നുണ്ട്. ഇതാണ് ഇവിടെ ഒരു ക്ലാരിറ്റി കുറവായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. രണ്ടുപേരുടെ ഭാഗത്തും തുല്യമായ തെറ്റുണ്ട്. അമ്മച്ചീൻ്റെ ഭാഗത്തും അപ്പച്ചൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടോണിച്ചായൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ രജനീഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ മിസ്റ്റേക്ക് രജനീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇനി ഓരോരുത്തരുടെയും മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ടോണിച്ചായൻ ഈ വീട് കൊടുത്തിട്ട് താക്കോല് കൊടുത്തിട്ട് വീട് ടോണിച്ചായൻ തന്നെ ഓപ്പൺ ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിൽ ടോണിച്ചായൻ പറയുന്നുണ്ട് എൻ്റെ 31ാമത്തെ വീടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വന്ന പാകപ്പിഴവെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്വാഭാവികമായി അങ്ങനെ പറയുമ്പോൾ ചിന്തിക്കും ടോണിച്ചായൻ പൂർണ്ണമായും സാമ്പത്തിക ചെലവ് വഹിച്ചു വെച്ചു കൊടുത്ത 31ാമത്തെ വീട് നമ്മൾ സ്വാഭാവികമായും തെറ്റിദ്ധരിക്കും. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ കിട്ടിയ വീട് 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പൂർത്തിയാവില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അത് പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ബാക്കി അതിന്ന് കിട്ടിയത് പോയിട്ട് ബാക്കി വന്ന ചിലവെല്ലാം വഹിച്ചത് ടോണിച്ചായനായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് പുള്ളി അതിൽ പൈസ വഹിച്ചത് കൊണ്ട് പുള്ളി പറഞ്ഞു എൻ്റെ 31ാമത്തെ വീടെന്ന്. അപ്പോൾ അതിൽ ഒരു പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തെറ്റ് കാണില്ല. എങ്കിലും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യമായി ഉള്ളതുപോലെ അതിൽ നമുക്ക് ക്രെഡിറ്റ് കുറവായാലും മറ്റൊരാൾക്കാണ് കൂടുതൽ ക്രെഡിറ്റ് ആണെങ്കിലും നമ്മൾ സത്യമായി പറഞ്ഞു പോകാൻ ശീലിക്കണം. നമ്മൾ എവിടെയും വെള്ളം ചേർക്കരുത് അക്കാര്യത്തിൽ. അത് നമുക്ക് പിന്നീട് നമ്മൾ കെട്ടിപ്പൊക്കിയ എല്ലാ നിലകളും തകർന്ന് മണ്ണടിയാനിടയാവും, നമ്മുടെ CJ റോയ്ക്കൊക്കെ സംഭവിച്ചതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വരാതെ നമ്മൾ എന്ത് ചെയ്യണം, ടോണിച്ചായന് പറയാമായിരുന്നു അവർക്ക് അമ്മയ്ക്കും അച്ഛനും ലൈഫ് ഭവന പദ്ധതി കിട്ടിയ വീടാണ്, അത് 4 ലക്ഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ബാക്കി പണി ഇത്ര ലക്ഷം രൂപ ഞാൻ ചിലവാക്കിയിട്ടാണ് ഈ വീട് ഇപ്പോൾ പൂർത്തിയായി ഇവർക്ക് താക്കോൽ കൊടുക്കുന്നത് എന്നൊരൊറ്റ വാക്ക് അവിടെ പറയാമായിരുന്നു. അത് പുള്ളി ചെയ്തില്ല. അത് പുള്ളിയുടെ മിസ്റ്റേക്ക്. പിന്നെ രജനീഷ് ഇൻ്റർവ്യൂ ചെയ്തപ്പം ഈ അമ്മ സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് പറയാമായിരുന്നു, പിന്നെ ഈ വീട് ലൈഫ് ഭവന പദ്ധതി കിട്ടിയതാണെങ്കിലും അവർ തന്ന കാശ് കൊണ്ട് എനിക്ക് ഈ വീട് പൂർത്തിയാക്കാൻ പറ്റിയില്ല, ഇതിൻ്റെ ബാക്കി ചിലവ് വഹിച്ച് ഈ വീട് ഞങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നത് ടോണിച്ചായൻ്റെ പൈസയ്ക്കാണെന്ന് ആ അമ്മയ്ക്കും പറയാമായിരുന്നു. പിന്നെ രജനീഷിനും ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പക്ഷെ ആ അമ്മ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഈ വീട് ചോരാതെ ടാർപ്പാളിയും കിട്ടാൻ ഒരാൾ 5000 രൂപ തന്നു എന്ന് പറയുന്നു. ഒരു പക്ഷേ അത് ടോണിച്ചായനായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അമ്മ കരുതി കാണും ഇതിലേക്ക് ടോണിച്ചായൻ്റെ പേര് വലിച്ചിഴക്കേണ്ട എന്ന് പറഞ്ഞു കാണും. കാരണം ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചാണല്ലോ വീഡിയോ ചെയ്യാൻ രജനീഷ് ചെന്നത്, അതുകൊണ്ടായിരിക്കാം. പോട്ടെ. അതിൽ ഒരാളെന്ന് അമ്മ പറഞ്ഞതിൽ എനിക്കൊരു വൈഷമ്യം തോന്നി. ആ ആൾ ആരെന്ന് അമ്മയ്ക്ക് പറയാമായിരുന്നു. ടോണി എനിക്ക് 5000 രൂപ തന്നിട്ടാണ് ഞാൻ ടാർപ്പാളി കെട്ടിയെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നല്ലതായിരുന്നു. ഒരാൾ എന്ന് മാത്രമേ അമ്മയും പറഞ്ഞുള്ളൂ. അത് അമ്മയുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. പിന്നെ രജനീഷ് സാർ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് രജനീഷിനും ചോദിക്കാമായിരുന്നു, ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു 4 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഈ വീട് പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ അമ്മേ, നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾക്കും സാമ്പത്തികമായിട്ട് സഹായം ഇല്ല ആ വീട് പൂർത്തിയാക്കാൻ. അപ്പോൾ ഈ വീട് എങ്ങനെയാണ് നിങ്ങൾ പൂർത്തിയാക്കിയത് എന്നൊരു വാക്ക് രജനീഷിനും ചോദിക്കാമായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ കാര്യം പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ടോണിച്ചായൻ്റെ പേര് അവിടെ റിവീൽ ചെയ്യുമായിരുന്നു.
അപ്പോൾ നിർഭാഗ്യവശാൽ ഇതൊന്നും സംഭവിച്ചില്ല. അതെല്ലാം കൊണ്ട് ഞാൻ നോക്കുന്നത് ടോണിച്ചൻ്റെ സമയദോഷം, ടോണിച്ചൻ്റെ നല്ല സമയമല്ല എന്നുള്ളതാണ്. പിന്നെ ടോണിച്ചനെ കരിവാരി തേക്കാനായിട്ട് ഇരുന്നവർക്ക് വീണ് കിട്ടിയ ഒരു നറുക്ക്, അത്രയും. പിന്നെ എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സിന് വീഡിയോ ചെയ്യാനായിട്ട് ദൈവം ഇട്ട് തന്ന ഒരു തുറുപ്പ് കുലാനെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേ സമയത്ത് നടക്കേണ്ടത് അതുപോലെ നടക്കുമെന്ന് പറയും പോലെ ആയിപ്പോയി. അപ്പോൾ എന്ത് തന്നെയായാലും ടോണിച്ചൻ നിങ്ങളുടെ ചാരിറ്റി തുടർന്നുകൊണ്ട് പോവുക. നല്ലതേ വരൂ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എപ്പോഴും നല്ലതേ വരൂ. പക്ഷെ നമ്മളെപ്പോഴും അതിലൊരാളെങ്കിലും ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, ഒരു രൂപയെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തുറന്ന മനസ്സോടുകൂടെ, നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും ചെയ്യുന്നത്. അപ്പം അത് പറയാനുള്ളൊരു മനസ്സ് ടോണിച്ചാനും കാണിക്കണം. അതുപോലെ തന്നെ അമ്മയും അച്ഛനും കുറച്ചുകൂടെ ഒരു നന്ദി അദ്ദേഹത്തോട് പ്രകടിപ്പിക്കാമായിരുന്നു. ആരും ചെയ്യാത്തത് നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നിട്ടും എവിടെയും നിങ്ങളൊരു നന്ദി വാക്ക് ആ പുള്ളിക്ക് വേണ്ടി പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല ഈ 2 വീഡിയോയിലും. അപ്പോൾ അത് നിങ്ങളും കുറച്ച് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായി, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് അതുപോലെ തിരിച്ച് വീണ്ടും നമുക്ക് അനുഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ. ഇപ്പോൾ തന്നെ പല വീഡിയോകൾ പലരും ചെയ്തു. അപ്പോൾ തന്നെ തെറ്റിദ്ധാരണകളെല്ലാം മാറിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ടോണിച്ചാൻ്റെ വഴിക്കും, രജനീഷിൻ്റെ വഴിക്കും, അമ്മയപ്പനും അവരുടെ വഴിക്കും ജീവിച്ചോട്ടെ. ആരും ആരെയും ഉപദ്രവിക്കേണ്ട. എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കട്ടെ. നന്ദി.